ഹലോ, സുഖം തന്നെയല്ലേ? കഴിഞ്ഞ ആനയൂട്ടിനെ കണ്ടതാ. എന്താ വിശേഷം? ഓ, എന്ത് വിശേഷം? പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നാലും എന്തെങ്കിലും വിശേഷം കാണാതിരിക്കില്ലല്ലോ. മടുത്തു, അതാ പുതിയ വിശേഷം. ഇനി അടുത്ത ആനയൂട്ടിനല്ലേ ഇതിനെ കാണാൻ പറ്റൂ. ശേഖരൻ വന്നോ? ശേഖരൻ വന്നില്ല, നീലകണ്ഠൻ വന്നിട്ടുണ്ട്. അവന് കുറച്ച് അഹങ്കാരമാ അല്ലേ? അതില്ലാതിരിക്കൂ. ഹിറ്റ് പടങ്ങളിൽ മോഹൻലാലിന്റെ പേരല്ലേ അവന്റെ പേര്? നീലകണ്ഠൻ. നീലകണ്ഠൻ 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 നീലകണ്ഠനെ. അത് പോട്ടെ, വേറെ എന്താ പുതിയ വിശേഷങ്ങൾ? ഓ, വലിയ കാര്യമായി അന്തരീക്ഷമൊന്നും കേരളത്തിലില്ല. എലക്ഷൻ കഴിഞ്ഞു, പുതിയ മുഖ്യമന്ത്രിയും വന്നു. വലിയ ഭൂരിപക്ഷമായിരുന്നു. രാഷ്ട്രീയമായതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല. മാത്രമല്ല, അതിന് ഭയങ്കര പഠിപ്പ് വേണം. IAS ഓഫീസർമാരെ IPS ഓഫീസർമാരെ വെട്ടിക്കാനും നിലയ്ക്ക് നിർത്താനും ഉള്ള കഴിവ് രാഷ്ട്രീയക്കാർക്കല്ലേ ഉള്ളൂ. അത് നീ പറഞ്ഞത് ശരിയാ. ഞാൻ പൈസ ഇല്ലാത്തവന്മാരാ. പക്ഷേ കോടികൾ ലാസ്റ്റ് കൊണ്ടുപോകുമാർക്ക. തത്വശാസ്ത്രത്തിൽ പാവങ്ങളായ മനുഷ്യരെ പറ്റിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പുതിയ പുതിയ നിറത്തിലുള്ള കൊടികൾ വെച്ച് അങ്ങനെ 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 സുഖമായിട്ട് കഴിയല്ലേ. ഇത് എല്ലാവർക്കും അറിയാലോ. പുതിയ വിശേഷങ്ങൾ പറ. കൃത്യം 2 മണിക്ക് നമ്മൾ പിരിയും. പിന്നെ അടുത്ത ആനയൂട്ടിനായിരിക്കും കാണാം. അതുവരെ ഓർക്കാൻ പറ്റിയ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയണോ? അത് പറഞ്ഞപ്പോൾ ഓർത്തെ, എനിക്കൊരു സംശയമുണ്ട്. പാർട്ടിക്കാരുടെ തത്വശാസ്ത്രം കൊണ്ട് എന്താ പാവപ്പെട്ട ജനങ്ങൾക്കുള്ള നേട്ടം? ഒന്നുമില്ല, അതല്ലേ രസം. രാജഭരണക്കാലത്ത് രാജാക്കന്മാരുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നു. അതുപോലെ ജനാധിപത്യം എന്ന് പറയുന്ന കാര്യത്തിൽ ഇവർ പറയുന്ന പ്രത്യയശാസ്ത്രങ്ങൾ പരസ്പരം മണ്ടത്തരം. ഇവർക്ക് ഇവരുടെ കയ്യിൽ പണം, ജനങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അല്ലെങ്കിൽ തന്നെ ശ്രീനിവാസൻ എന്ന നടൻ പറഞ്ഞ കാര്യം നീ ഓർക്കുന്നുവോ? അറിയാം, വലിയ കാര്യമായിരുന്നു. നേതാക്കന്മാരുടെ വീട്ടിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ രക്തസാക്ഷികൾ ഉണ്ടാവുന്നില്ല. ശരിക്കും പറഞ്ഞ പാപങ്ങളുടെ തലച്ചോറിനെ മറിയിപ്പിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പ്രത്യയശാസ്ത്രം ഈ രാഷ്ട്രീയക്കാർ കണ്ടുപിടിച്ച് അത് കുത്തിവെച്ച് കുറച്ച് താന്തോന്നികളെ കൈക്കലാക്കി നാട് ഭരിക്കുന്നു. ഇവരുടെ പരിധിക്ക് പോകുന്ന ജനങ്ങൾ അല്ലെങ്കിൽ സ്വന്തം ആളുകൾ ശരിക്കും വിഡ്ഢികൾ, തലച്ചോറില്ലാത്ത മനുഷ്യന്മാർ. അല്ലാതെ എന്തെന്നാ പറയുക, അവരെ കുറിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. പറ്റിക്കാനറിയണം. അതിൻ്റെ രാഷ്ട്രീയം കറക്റ്റ്. ഈ ഉമ്മൻചാണ്ടിയും പിണറായിയും തമ്മിൽ കണ്ടാൽ കെട്ടിപ്പിടിച്ചങ്ങനെ ഉമ്മ വെച്ചങ്ങോട്ട് ചിരിക്കും. അത് തന്നെ അണികളായ പാവം ജനങ്ങളോട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞാൽ പോരെ. അത് അവർക്കറിയാവുന്ന കാര്യം. അതല്ലേ രാഷ്ട്രീയം. എടാ, ഇനി കുറച്ച് നമുക്ക് കാഴ്ചകൾ കാണാം. എല്ലാത്തിനും ഒരു ഇടവേള നല്ലതല്ലേ?